ഒന്ന് വേഗം ഇറങ്ങ മാഷേ. അസ്സലാമലൈക്കും. വാലിക്കും അസ്സലാം. എന്താ? തെറ്റിപ്പോയി. ഒന്നുമില്ല. എന്തോ ചോദിച്ചല്ലോ? ഇല്ല, ഞാനൊരു പാട്ട് പാടിയതാ. ഉസ്ലാം പെട്ടി പെൺകുട്ടി രാവിലെ കളിയാക്ക, വെറുതെ സ്പർദ്ധ ഉണ്ടാക്കണ്ട കേട്ടോ. എന്താ അവിടെ? ആചാര്യ ഇതിൽ ഇടപെടരുത്. ഇത് കുറുപ്പത്ത് തറവാട്ടുകാരുടെ പ്രശ്നമാണ്. ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ മാത്രം ചാത്തുണ്ണി കുറുപ്പത്തേരുടെ എന്ത് തെറ്റായത്? പറ, എന്ത് തെറ്റായതെന്ന്. ശമ്പള കുടിശ്ശിക തീർത്തു തന്നാലേ പണിയെടുക്കൂന്ന് പറഞ്ഞതിനാ എന്നെ എന്റെ കെട്ടിയോളെ തല്ലിയത്. രണ്ടും തടിയുണ്ടെന്ന് കരുതി പാവങ്ങളെ മെക്കിട്ട് കയറാന്ന് കരുതണ്ട. അന്ത്യമൊക്കെ ശരീരത്തിൽ ഒഴുകണ ചോര തന്നെയാ ഓന്റെ ശരീരത്തിൽ ഒഴുകണേ. ആളും പേരെ ഉള്ളവരോട് വേണം യുദ്ധത്തിന് പോവാൻ. പോയി പറഞ്ഞേക്ക് കുറുപ്പത്തുകാരോട്. ആരാടാ എന്നെ തല്ലിയേ? പറ, ആരാ തല്ലിയേ? തിരിച്ചടിക്കാൻ. ഇനിയും മിണ്ടാണ്ടിരുന്നാലേ ആദ്യമായിട്ട് അടിയാളം വരാൻ വേണ്ടി വരും നമ്മളൊക്കെ. ഏട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി, തലയെടുത്തോണ്ടാ ഞങ്ങൾ അവന്റെ. കണ്ടേച്ചു വരാൻ പറഞ്ഞാൽ കൊന്നേച്ചു വരുന്ന പാരമ്പര്യമാണ് നമ്മുടേത്. പക്ഷെ ഇപ്പൊ ഹാജിയാരോട് ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ല, നാട്ടുകാർ മുഴുവൻ അയാളുടെ വശത്താ. ഹാജിയാരെ ഒതുക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂളും ഹാജിയാരെയും കാണുമ്പോ നിന്റെ മനസ്സ് പതറരുത്. ധൈര്യമായി ഇടത്തേക്കാലം വെച്ച് മുന്നോട്ട് പോടാ. അല്ല ഹിമാറെ, എന്ത് ധൈര്യത്തിന്മേടാ സ്കൂൾ ഫണ്ട് തവണ മോട്ടിച്ച്? പറ, അന്റെ ബാപ്പാന്റെ സമ്പാദ്യം കൊണ്ടൊക്കെ അല്ല ഈ സ്കൂള്. ഒരബദ്ധം പറ്റിപ്പോയതാ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കുട്ടിയല്ലേ. വേണ്ട മാഷേ, മരുമോനല്ല മയ്യത്താ നമ്മുടെ ബാപ്പയായാലും ശരി, കള്ളം കാണിച്ചാൽ നമ്മൾ പൊറുക്കൂല. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത ഒഴിവുണ്ടാക്കി അനക്കിവിടെ ജോലി ചെയ്യുന്നത് തെണ്ടിത്തിരിഞ്ഞിരുന്ന കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. പോയതിന്റെ കടമുമ്പെന്ന് മാഷേ, സ്കൂൾ ഫണ്ടിൽ നിന്ന് പണം കട്ടവന്റെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? അത് നിങ്ങൾ അവന്റെ പേരിൽ എടുത്തോളി. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. എന്താ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ കുഞ്ഞാലിക്കുട്ടി, പുതിയ മാഷായിട്ട്. ആഹാ, നമ്മുടെ കോയ സാഹിബിന്റെ മോനാ? എന്താ ഈ വേഷത്തില്? മോൻ വലിയ പുരോഗമനക്കാരനാണെന്നാണല്ലോ കോയ സാഹിബ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ എന്താ ഈ കോലത്തില്? വെറുതെ അല്ല എന്നെ കണ്ടിട്ട് പെട്ടെന്ന് പിടികിട്ടാഞ്ഞത്. ഈ സ്കൂളിൽ മാഷായിട്ട് വരുമ്പോ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ഈ വേഷത്തിന്റെ ആവശ്യവുമില്ല. ഇസ്ലാമാണെന്ന് വിളിച്ചറിയിക്കേണ്ട കാര്യവുമില്ല. വാ കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ തടി തപ്പി. ബി എക്ക് നല്ല മാർക്കുണ്ടല്ലോ, പിന്നെന്താ ബി എഡിന് കുറഞ്ഞു പോയത്?
ആ സമയത്ത് തടിമലിന്റെ ചുമതല എനിക്കായിരുന്നു. നല്ലത്. പ്രായമായ മക്കള് ബാപ്പാനെ സഹായിക്കും. ഉദ്യോഗമൊന്നും കിട്ടിയില്ലേലും സ്വന്തമായൊരു തൊഴിൽ വരികയാവുമല്ലോ. അനക്ക് 2-2.5 വയസ്സുള്ളപ്പോ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് എനക്ക് കുറെ കൂടെ നിറമുണ്ടായിരുന്നു. എന്റെ മോൻ സലീമും നീയും ഒരേ പ്രായക്കാരാ. പടച്ചോനോനെ നേരത്തെ അങ്ങ് വിളിച്ച് ബാപ്പ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ, കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ, ഏതായാലും നാളെ വെള്ളിയാഴ്ചയല്ലേ, നല്ല ദിവസമാ. ജുമാ പിരിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്തു. ശരി. താമസം നമ്മുടെ വീട്ടിൽ തന്നെ ആവാം. പള്ളിയുടെ അടുത്താ വീട്. പള്ളിയിൽ പോയി വരാനും എളുപ്പം. പ്രൈവറ്റ് ആയിട്ട് എം എഴുതണം. അതുകൊണ്ട് പുറത്തെവിടെയെങ്കിലും താമസിച്ചാൽ. എന്റെ ബാപ്പാന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാ, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല. എന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ആ മാഷേ, ഇത് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞാലിക്കുട്ടി, പുതിയ മാഷ്. ഇത് മുകുന്ദൻ മേനോൻ, ഹെഡ് മാസ്റ്റർ. നമസ്കാരം. ആ, മാഷന്മാർക്ക് താമസിക്കാൻ സ്കൂളിന്റെ വക ഒരു വീടുണ്ട്. അവിടെ ഇപ്പോ അലിയാര് മാസ്റ്റർ മാത്രമല്ലേ ഉള്ളൂ? അതെ. തൽക്കാലം അവിടെ ആക്കിയാലേ താമസം. ശരി. ഈ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയാണ് ലൈബ്രറി. നമ്മൾ പറഞ്ഞു വന്നത് ആചാര് പറഞ്ഞതാ. പിണങ്ങിയാ ഞെക്കിക്കൊല്ലും, ഇണങ്ങിയാ നക്കിക്കൊല്ലും. അതാ സ്വഭാവം. അപ്പൊ രണ്ടായാലും മരണം തീർച്ചയാണോ? അങ്ങനെയല്ല, ആത്മാർത്ഥത കാണിച്ച ചങ്ക് പറിച്ചേരെന്ന് പറയായിരുന്നു. അതുകൊണ്ടല്ലേ മൂപ്പര് വിരലൊന്ന് ഒളിച്ചാ മതി, ഈ നാട്ടുകാർ മുഴുവനും കൂടെ നിൽക്കും. പാവങ്ങളോട് ഇത്രയും കരുണയുള്ള ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചുമ്മാ. പാവപ്പെട്ട ഒരു യുവാവ് ജീവിക്കാൻ മറ്റു വഴിയൊന്നും കാണാഞ്ഞ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു കള്ളത്തരം കാണിച്ചു എന്നറിഞ്ഞ ഹാജിയാരങ്ങ് ക്ഷമിക്കുമല്ലേ? ക്ഷമിക്കും. പക്ഷെ തല കാണില്ല എന്ന് മാത്രം. പിന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഈ നാട്ടിലൊരു കൂട്ടരുണ്ട്, കുറുപ്പത്ത് വീട്ടുകാർ. ഹാജിയാരുമായിട്ട് വലിയ ശത്രുതയില്ല. ഈ രണ്ടു കൂട്ടരോടും നേർക്ക് നേരെ ഒന്ന് സംസാരിക്കാൻ ചങ്കുറപ്പുള്ള ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ. അതാരാ? എന്താ? ഈ ഞാൻ. ഓ, ഡിസിപ്ലിൻ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കും. അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. അച്ചടക്കവും ആത്മാർത്ഥവും ഇല്ലാത്ത ഒരിടത്തും വിദ്യാഭ്യാസത്തിന് വേരോടാൻ പറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഈ അച്ചടക്കത്തിന് ഭംഗം വരുത്തുന്നത് ആരായാലും ഞാൻ മുഖം നോക്കാതെ ശിക്ഷ നടത്താം. അതും എന്റെ ഒരു വീക്ക്നെസ് ആണ്. അത് കള്ളനല്ല, ഹെഡ് മാസ്റ്റർ ആണ്. എന്തായി കാണിക്കുന്നത്? ഞാൻ ഹൈ ജമ്പിന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇന്നലെ തനിക്കൊരു മെമ്മോ വരുന്നുണ്ട്, ഒരു ഷോ കോസ്റ്റ് നോട്ടീസ്. സമാധാനം പറയണം. അത്രേ ഉള്ളൂ. സ്വതന്ത്ര ഭാരതത്തിൽ ഒരു സാധാരണ പൗരൻ മതിൽ ചാടുന്നത് കുറ്റകരമാണെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ ഒരു അധ്യാപകൻ മതിൽ ചാടി സ്കൂളിലേക്ക് വരുന്നത് തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവലിലോ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ ചാടിയാല്? മാഷാണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? നല്ല ഡിസിപ്ലിൻ. അതാ ഹെഡ് മാസ്റ്ററുടെ പ്രത്യേകത. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ചെറ്റയോ? ഒരു സ്കൂളിന്റെ പുരോഗതിയെ മാത്രം ലക്ഷ്യമാക്കി നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരു അധ്യാപകനെ പ്രകോപനപരമായ യാതൊരു കാരണവുമില്ലാതെ ഒരു ഹെഡ് മാസ്റ്റർ ചെറ്റ എന്ന് വിളിക്കുന്ന തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഞാൻ ഇപ്പൊ തന്നെ കംപ്ലൈന്റ് ചെയ്യും. പോയി ചെയ്യ്. ലേറ്റായി ശിക്ഷ നടപ്പാക്കാൻ കാത്തിരിപ്പുണ്ട് ആചാര്. ഇല്ല മാഷെ, ഞാൻ ചെറ്റയാണെങ്കിലും ചെറ്റത്തരമില്ലാത്തൊരു ഹൃദയം എനിക്കുണ്ട്. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യില്ല. ചെയ്യില്ല. കൊള്ളാം. മാഷന്മാരുടെ ഡിസിപ്ലിൻ ഇതാണെങ്കിൽ കുട്ടികളുടെ ഗതി എന്തായിരിക്കും? ഇതാരാ ഈ അത്ര ചോടക്കാരൻ? അത്രല്ല, അധ്യാപകനാ. അല്ലോ, പുതിയ മലയാളം മാഷ കുഞ്ഞാലിക്കുട്ടി. സലാമുണ്ട്. കൊള്ളാം. അരങ്ങേറ്റം അസലായി. സഹപ്രവർത്തന്റെ കാല് വാരിക്കൊണ്ട് തന്നെ വേണം. ഇത് ഡ്രില്ല്. അലിയാർ സ്വദേശം കൂത്തുപറമ്പ്. മാഷ പറഞ്ഞ കേട്ടല്ലോ. ഈ സ്ഥാപനത്തിൽ ഒരൊറ്റ ചെറ്റ മതി, 2 എണ്ണം വേണ്ട. ഇന്നു മുതൽ മാഷ അലിയാരുടെ കൂടെ താമസം. ഇവിടെ താമസം അത് മാഷ് തീരുമാനിച്ചാ മതിയോ? ഇത് എന്റെ തീരുമാനമല്ല, ആചാര്യ തീരുമാനമാ. ആചാരുടെ ഓരോ തീരുമാനങ്ങള്. വളരെ സന്തോഷം. എന്നൊക്കെ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോവാം. മാഷിന് ക്ലാസ് എടുക്കോ? ക്ലാസ് ഒരു ക്ലാസ് എടുക്ക്. അതെ, ക്ലാസ് എടുക്കാം. ഇതാണ് വീട്. എങ്ങനുണ്ട്? കൊള്ളാം. നല്ല സൗകര്യമുള്ള വീട്. എനിക്കിഷ്ടമായി. എന്നാ ഹാജിയാരോട് ഇതങ്ങ് എഴുതി തരാൻ പറയാം. മാഷ മുറിയാൻ കാണിച്ചത്. തമാശ പറഞ്ഞ പിടിച്ചില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മുറി. നല്ല കാറ്റ്, വെളിച്ചം, പോരെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്.
ഇവിടെയാണ് ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാഷക്ക് ഞാൻ ഈ മുറി തരൂല. ആ മുറി മാഷക്ക് ഇഷ്ടാവും. മനസ്സിലിരിപ്പുള്ള ഈ കാണുന്ന ജനാലകൾ തുറന്നിട്ടാ കാണാം കണ്ണത്താത്ത ദൂരത്ത് പാടശേഖരങ്ങൾ. രാത്രിയിൽ നേർത്ത നിലാവെളിച്ചം. മനസ്സിന് പ്രയാസം തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ജനാലകൾ തുറന്നിട്ട് അകലങ്ങളിലേക്ക് നോക്കി നിൽക്കും. ദുഃഖങ്ങളെല്ലാം ഓടി മാറി പിന്നെ പ്രകൃതിയും ഞാനും മാത്രമാകും. ദാ നോക്കു മാഷേ. അല്ല വയലില്ലെങ്കിലും വെയിലുണ്ടല്ലോ. അതുകൊണ്ട് ഈ മുറി ഞാൻ മാഷക്ക് തരൂല്ല. മാഷയുടെ മുറി ഞാൻ കാണിച്ചു തരാം. ദാ ഇതാണ് മാഷയുടെ മുറി. ഏകാന്തതയുടെ മാഷേ, കൂടുതൽ വർണ്ണന വേണ്ട, ഞാൻ തന്നെ കയറി നോക്കിക്കോളൂ. അയ്യേ, ഇത് റൂമാണോ? മനുഷ്യനെങ്ങനെ ഇതിനകത്ത് ഉറങ്ങും? അതുകൊണ്ടല്ലേ മാഷക്ക് വന്നത്. അവിടെ മുഴുവൻ ചെലന്തി വിലയാണ്. അതെ. ലൈറ്റ് ഇല്ല, ഇല്ല, ഫാൻ ഇല്ല. ഓ ആ അവിടെ കൈതാൻ ഫാൻ. ഹാജോട് പറ കിടക്കവർ AC ഫിറ്റ് ചെയ്ത് തരാൻ. 300 രൂപ ശമ്പളക്കാരെ AC യിലേ കിടന്നു ഉറങ്ങും. ഇയാളാരാ? ഹൈദരാബാദ് നൈസാമോ? ശക്തിഹസ്തം രൂപാക്ഷം ശിവാഹം ഷടാനം ദാരുണം വിലോകാഗ്നം ഭാവേ കുടക്കിടം രക്ഷിക്കണേ. എന്താ ഇത്? അകമ്പതി നിർത്താൻ. അഹമ്മദിയല്ല, ഇത് തേങ്ങ. അത് മനസ്സിലായി. അമ്പലത്തിൽ പിന്നെ തേങ്ങ അല്ലാതെ മാങ്ങ ഉടയ്ക്ക. മഹാരാജാവിന്റെ കാലത്ത് തന്നെ ഹിന്ദുക്കൾക്ക് മുഴുവൻ ക്ഷേത്രത്തിൽ കയറി ആരാധന നടത്താം എന്നൊരു വിളംബരം നടത്തിയിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം. പൊതുവിജ്ഞാനം തീരെ ഇല്ലല്ലേ? മാറ് മാറ്. അയ്യോ ഉടയ്ക്കരുത്. എന്റെ പണി കളയരുത്. ആ നാളികേരം ഞാൻ നേടി, ഞാൻ ഉടച്ചോളാം. അത് ശരി, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച തേങ്ങ താൻ ഉടച്ചിട്ട് അതിന്റെ പുണ്യം തനിക്ക് കിട്ടണം. തന്റെ പ്ലാൻ കൊള്ളാം. വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരം. അത് നിങ്ങളായിട്ട് മുടക്കാനുണ്ടല്ലോ. കുറുപ്പത്ത് വീട്ടുകാരും കാര്യസ്ഥനായ ഈ ഞാനും നാട്ടുകാരും അത് പൊറുക്കില്ല. എന്താചാരം? കുറുപ്പത്തെ കുടുംബോംഗ ക്ഷേത്രമാണിത്. ഇന്ന് തൃക്കാർത്തിക നാളും. ഈ നാളിൽ കുറുപ്പത്ത് തറവാട്ടിലെ ഒരു കന്യക വന്ന് വിളക്ക് വയ്ക്കാതെ നാട്ടുകാർ പ്രവേശിക്കാൻ പാടില്ല. അതാ പാരമ്പര്യമായി നടന്നു വരുന്ന മാമൂല്. ഇതറിയില്ലേ? കുറുപ്പത്തെ കന്യയ്ക്ക് എന്താ കൊമ്പുണ്ടോ? ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവരാ. അവിടെ വെറുതെ റിസർവേഷനും വെയിറ്റിംഗ് ലിസ്റ്റും ഒന്നും ഉണ്ടാക്കരുതേ പ്ലീസ്. അയ്യോ ഗൗരി കുഞ്ഞി, പറയ, ആരാണവൻ? മുറ തെറ്റിച്ചവൻ ആരാണെന്ന് അറിയില്ല. അറിയില്ലേ? പിന്നെ എന്തിനാ നിന്റെയൊക്കെ സേവനം? നിഷേധി, പിടിച്ചു കെട്ടിക്കൊണ്ട് വരാനില്ല അവനെ. എന്തോ വാശിക്കെന്ന പോലെ തർക്കുത്തരം പറഞ്ഞ് തേങ്ങ അടിച്ച് കടന്നു കളഞ്ഞതാണ്. അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തതാവാൻ വഴിയുണ്ട്. തറവാടിന്റെ തായ്വേര് മുറിക്കാൻ ആരോ കരുതിക്കൂട്ടി ചെയ്തതാവാം. തീര അവനാരാണെന്നറിഞ്ഞാൽ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരണം. കാരണവന്മാരുടെ കാലം മുതലുള്ള ആചാരമാണ് മുടങ്ങിയത്. പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. പ്രശ്നം വെക്കണം. അതിനുള്ള ഏർപ്പാട് ചെയ്യേ.